സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു 2020. ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ച് മാസത്തെ കുറച്ച് ദിവസങ്ങളും മാത്രമാണ് തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിച്ചത്. മാസങ്ങളോളം ഷൂട്ടിങ്ങുകൾ മുടങ്ങി. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും ജോലി ചെയ്യാൻ സാധിക്കാതെ വീട്ടിലിരിപ്പായി. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാറുകൾ വാങ്ങുന്ന കാര്യത്തിൽ സിനിമാ നടന്മാർ ഇക്കൊല്ലവും പിന്നോട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയുമടക്കം മലയാള സിനിമയിലെ ധാരാളം നടന്മാർ ഇക്കൊല്ലവും പുത്തൻ കാറുകൾ വാങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് M4 മലയാളം. ആദ്യമായിട്ട് മോഹൻലാലിന്റെ ടൊയോറ്റ വെൽഫെയർ നമുക്ക് നോക്കാം. ടൊയോറ്റ ഫെബ്രുവരിയിലാണ് അത്യാഡംബര വാൻ വെൽഫെയർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. മാർച്ച് ആദ്യവാരം തന്നെ കേരളത്തിലെ ആദ്യത്തെ വെൽഫെയർ ഉടമയായി സാക്ഷാൽ മോഹൻലാൽ. മലയാളത്തിന്റെ മഹാനടന്റെ മറ്റെല്ലാ വാഹനങ്ങളെ പോലെ തന്നെ തൂവെള്ള നിറത്തിലുള്ള ടൊയോറ്റ വെൽഫെയർ ആണ് മോഹൻലാൽ സ്വന്തമാക്കിയത്. നിർമ്മാതാവും മോഹൻലാലിന്റെ സന്തത സഹചാരിയുമായ ആന്റണി പെരുമ്പാവൂരും ടൊയോറ്റ വെൽഫെയർ ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 83,99,000 രൂപയാണ് ടൊയോറ്റ വെൽഫെയറിന്റെ എക്സ് ഷോറൂം വില. ഓൺ റോഡ് പ്രൈസ് ഏകദേശം 1,06,00,000 രൂപ വരും. KL7 CU 2020 എന്ന ഫാൻസി നമ്പറും തന്റെ വാഹനത്തിനായി മോഹൻലാൽ നേടി. അധികം താമസമില്ലാതെ ടൊയോറ്റ വെൽഫെയറിന്റെ മുൻ ബമ്പറിൽ ക്രോം ഗാർണിഷ് ചേർത്ത് വെൽഫെയറിനെ കൂടുതൽ മോടി പിടിപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ. ജൂൺ മാസത്തിലാണ് മലയാള സിനിമാ ലോകത്തെ രണ്ടാമത്തെ ടൊയോറ്റ വെൽഫെയർ എത്തിയത്. നടൻ സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് മലയാള സിനിമാ ലോകത്തെ രണ്ടാമത്തെ വെൽഫെയർ പാർക്ക് ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷാണ് വീട്ടിലെ പുത്തൻ അതിഥിയുടെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. മോഹൻലാൽ സ്വന്തമാക്കിയതുപോലെ തൂവെള്ള നിറത്തിലുള്ള വെൽഫെയർ ആണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലും എത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തൂവെള്ള നിറത്തിലുള്ള ഓഡിയുടെ Q7 SUVയും സുരേഷ് ഗോപിയുടെ വാഹന ശേഖരത്തിലുണ്ട്. അച്ഛൻ ടൊയോറ്റ വെൽഫെയർ വാങ്ങിയപ്പോൾ ഗോകുൽ സുരേഷ് സ്വന്തമാക്കിയത് മഹീന്ദ്രയുടെ ഥാർ SUV ആണ്. തിരുവനന്തപുരത്തെ മഹീന്ദ്ര ഡീലർഷിപ്പിൽ നിന്നും ഗോകുൽ സുരേഷ് കറുത്ത നിറത്തിലുള്ള ഥാറാണ് സ്വന്തമാക്കിയത്. ഗോകുൽ സുരേഷ് പണ്ടേ ഒരു ഥാർ ഫാനാണെന്നും കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരു ഥാർ സ്വന്തമാക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി മഹീന്ദ്ര ഥാർ ഉടമയാണ് ഗോകുൽ സുരേഷ്. നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് മലയാള സിനിമാ പ്രേമികളുടെ പ്രിയ താരമായ ഫഹദ് ഫാസിൽ ഒക്ടോബറിൽ ജർമ്മൻ സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ പോർഷയുടെ 911 സ്പോർട്സ് കാർ തന്റെ വാഹന ശേഖരത്തിലെത്തിച്ചു. പച്ച നിറത്തിലുള്ള പോർഷെ 911 ആണ് ഫഹദിന്റെയും ഭാര്യയും നടിയുമായ നസ്രിയയുടെയും പുത്തൻ ആഡംബര വാഹനം. വെറും പച്ചയല്ല, പൈത്തൺ ഗ്രീൻ. ഈ നിറത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരേ ഒരു പോർഷെ 911 ഉള്ളൂ. അതാണ് ഫഹദിന്റെയും നസ്രിയയുടെയും ഈ വാഹനം. ഈ മോഡലിന്റെ എക്സ് ഷോറൂം വില ഏകദേശം 1,84,00,000 രൂപയാണ്. പക്ഷേ പ്രത്യേകം തയ്യാറാക്കി നിറവും കസ്റ്റമൈസേഷനും കൂടെ ചേർന്ന് 2,65,00,000 രൂപയാണ് യുവതാര ദമ്പതികൾ പുത്തൻ കാറിന് ചെലവാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുകൂടാതെ ഫഹദ് ഫാസിൽ 1 കോടിക്ക് മുകളിൽ വില വരുന്ന ടൊയോറ്റയുടെ വെൽഫെയർ എന്ന് പറയുന്ന കാർ കൂടി ഈ ഡിസംബർ മാസത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നിങ്ങൾ പരിചയപ്പെടുന്നത് കുഞ്ചാക്കോ ബോബൻ എടുത്ത മിനി കൂപ്പർ S 60 years എഡിഷൻ എന്ന് പറയുന്ന കാറാണ്. ജൂലൈയിലാണ് കുഞ്ചാക്കോ ബോബൻ മിനി കൂപ്പർ S 60 years എഡിഷൻ വാങ്ങിയത്. കഴിഞ്ഞ വർഷം വിപണിയിലെത്തിയ മിനി കൂപ്പർ S 60 yearsന്റെ ആകെ 500 യൂണിറ്റുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും UK മാർക്കറ്റിലാണ്. ചുരുക്കം ചില യൂണിറ്റുകൾ മാത്രമേ മറ്റുള്ള വിപണിയിൽ എത്തിയിട്ടുള്ളൂ. അതിലൊന്നാണ് ചാക്കോച്ചന്റെ പുത്തൻ മിനി. പേര് സൂചിപ്പിക്കും പോലെ മിനി ബ്രാൻഡിന്റെ 60 വർഷം ആഘോഷിക്കാൻ പുറത്തിറക്കിയതാണ് ഈ വാഹനം. ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ എന്ന പ്രത്യേകതരം തയ്യാറാക്കിയ പെയിന്റാണ് കൂപ്പർ S 60 years എഡിഷന്റെ പ്രധാന ആകർഷണം. 40 ലക്ഷം രൂപയാണ് ചാക്കോച്ചന്റെ പുത്തൻ കാറിന്റെ എക്സ് ഷോറൂം വില. ഓഗസ്റ്റ് 31 തിരുവോണ ദിവസമാണ് നടൻ ജയസൂര്യ തന്റെ വാഹന ശേഖരത്തിലേക്ക് മിനി ക്ലബ്മാൻ ഇന്ത്യൻ സമ്മർ റെഡ് എഡിഷൻ ചേർത്തത്. ഇന്ത്യയിൽ 15 യൂണിറ്റുകൾ മാത്രം വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ സ്പെഷ്യൽ എഡിഷൻ മോഡലാണ് തന്റെ ജന്മദിനം കൂടിയായ ഓഗസ്റ്റ് 31 താരം വാങ്ങിയത്. 44.9 ലക്ഷം രൂപയാണ് ക്ലബ്മാൻ ഇന്ത്യൻ സമ്മർ റെഡ് എഡിഷന്റെ ലോവർ സ്പെക് പതിപ്പിന്റെ വില. അതേസമയം ജയസൂര്യ സ്വന്തമാക്കിയത് 67 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന ടോപ്പ് സ്പെക് മോഡലാണ്. ഈ പതിപ്പ് സ്വന്തമാക്കുന്ന കേരളത്തിലെ ആദ്യ വ്യക്തിയാണ് ജയസൂര്യ. അടുത്തായിട്ട്
ടോവിനോയുടെ പുതിയ കാറിന്റെ വിശേഷങ്ങൾ നോക്കാം. BMW ആഡംബര സെഡാനും അഡ്വഞ്ചർ ബൈക്കും സ്വന്തമായിട്ടുള്ള ടൊവിനോ ഈ വർഷം മിനി കൺവെർട്ടബിൾ സൈഡ് വാക്ക് എഡിഷൻ സ്വന്തമാക്കി. ഇന്ത്യക്കായി മാറ്റിവെച്ച 15 യൂണിറ്റുകളിൽ ഒന്നാണ് ടൊവിനോ വാങ്ങിയത്. ഡീപ് ലഗൂണ മെറ്റാലിക് എക്സ്റ്റീരിയർ നിറം ഹൈലൈറ്റ് ആയ മിനി കൺവെർട്ടബിൾ സൈഡ് വാക്ക് എഡിഷന് 44,90,000 രൂപയാണ് എക്സ്ഷോറൂം വില. മടക്കി വയ്ക്കാവുന്ന സോഫ്റ്റ് ടോപ്പിന് പ്രത്യേക ഡിസൈൻ പാറ്റേൺ, പ്രത്യേകം ഡിസൈൻ ചെയ്ത 17 ഇഞ്ച് 2 ടോൺ അലോയ് വീലുകൾ, ഫെൻഡറിൽ ഇൻഡിക്കേറ്ററുകൾക്കടുത്തായി സൈഡ് വാക്ക് ഗ്രാഫിക്സ്, ബോണറ്റ് സ്ട്രിപ്പുകൾ എന്നിവയാണ് മിനി കൺവെർട്ടബിൾ സൈഡ് വാക്ക് എഡിഷന്റെ മറ്റുള്ള സവിശേഷതകൾ. ആന്റണി വർഗീസിന്റെ കിയ സെൽറ്റോസ്. അങ്കമാലി ഡയറീസ് എന്ന ആദ്യ സിനിമയിലൂടെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ യുവനടനാണ് ആന്റണി വർഗീസ്. ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അക്കൗണ്ടിൽ ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് അഭിമുഖത്തിൽ വ്യക്തമാക്കിയ ആന്റണി വർഗീസ് സിനിമയിൽ എത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, ജല്ലിക്കെട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ ആന്റണി വർഗീസ് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് കിയ സെൽറ്റോസ് കോമ്പാക്ട് XUV വാങ്ങിയത്. ആന്റണി വർഗീസ് സ്വന്തമാക്കിയ കിയ സെൽറ്റോസ് ഏത് വേരിയന്റ് ആണ് എന്നുള്ളത് വ്യക്തമല്ലെങ്കിലും GT ലൈൻ ട്രിം ആണെന്ന് ബമ്പർ ക്ലാഡിംഗിലെ ചുവപ്പ് ഇൻസെർട്ട് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ സെൽറ്റോസ് എഞ്ചിൻ നിരയിൽ ഏറ്റവും സ്പോർട്ടിയായ 7 സ്പീഡ് DCT ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിച്ച 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കണം ആന്റണി വർഗീസ് സ്വന്തമാക്കിയ സെൽറ്റോസിന്റെ എഞ്ചിൻ. ഗോകുൽ സുരേഷ് മാത്രമല്ല, മറ്റൊരു താരപുത്രനായ ഇന്ദ്രജിത്തും മഹേന്ദ്ര ഥാർ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വർഷം. സഹോദരനും നടനുമായ പൃഥ്വിരാജ് ഫീൽ ഗുഡ് കണക്കിൽ പുത്തൻ ഥാർ അടിപൊളിയാണ് എന്ന് ട്വീറ്റ് ചെയ്ത് രംഗത്തെത്തിയെങ്കിലും താരകുടുംബത്തിൽ ആദ്യം ഥാർ സ്വന്തമാക്കിയത് ഇന്ദ്രജിത്താണ്. ഭാര്യയും നടിയും ഫാഷൻ ഡിസൈനറും അവതാരികയുമായ പൂർണിമയോടൊപ്പമാണ് ഇന്ദ്രജിത്ത് കൊച്ചിയിലെ ഡീലർഷിപ്പിൽ നിന്നും കറുപ്പ് നിറത്തിലുള്ള പുത്തൻ ഥാർ വാങ്ങിയത്. വോൾവോ XC90, BMW 5 സീരീസ്, ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബ് എന്നിവയാണ് ഇന്ദ്രജിത്തിന്റെ മറ്റുള്ള വാഹനങ്ങൾ. മിമിക്രി കലാകാരൻ, അവതാരകൻ, നടൻ, സംവിധായകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് രമേഷ് പിഷാരടി. ഉരുളക്കുപ്പേരി പോലുള്ള മറുപടികളും കുറുക്കിക്കൊള്ളുന്ന മറുചോദ്യങ്ങളുമായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങുന്ന രമേഷ് പിഷാരടി ഈ വർഷം BMW 5 സീരീസ് വാങ്ങി. കൊച്ചിയിലെ ഡീലർഷിപ്പിൽ ലഭ്യമായ പ്രീ ഓൺ കാർ പ്രോഗ്രാം വഴിയാണ് പിഷാരടി കറുപ്പ് നിറത്തിലുള്ള 5 സീരീസ് വാങ്ങിയത്. ഈ കാറിന്റെ ഏകദേശ വില വരുന്നത് 55,40,000 രൂപ മുതലാണ്. വാഹനപ്രേമത്തിൽ മമ്മൂട്ടി മകൻ ദുൽഖർ സൽമാനും കട്ടയ്ക്ക് കട്ടയാണ്. 369 രജിസ്ട്രേഷനിലുള്ള മമ്മൂട്ടി കുടുംബത്തിലെ വാഹനങ്ങളെ പറ്റി അറിയാത്തവർ കേരളത്തിൽ ചുരുക്കമായിരിക്കും. 369 ഗ്യാരേജിലേക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് ലാൻഡ് റോവറിന്റെ റേഞ്ച് റോവർ SUV എത്തിയത്. റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി മോഡലാണ് വാങ്ങിയത്. ടാൻ നിറത്തിലുള്ള ഇന്റീരിയർ, ഹീറ്റഡ് ആൻഡ് കൂൾഡ് മസാജ് മുൻസീറ്റുകൾ, എക്സിക്യൂട്ടീവ് പിൻ സീറ്റുകൾ എന്നിവ ഇന്റീരിയറിലും 22 ഇഞ്ച് 9 സ്പ്ലിറ്റ് സ്പോക്ക് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എക്സ്റ്റീരിയറിലും അധികമായി ചേർത്തിട്ടുണ്ട്. കസ്റ്റമൈസേഷനുകൾ അടക്കം ഏകദേശം 3.5 കോടി രൂപയിലധികം പുത്തൻ താരത്തിനായി പൊടിച്ചിട്ടുണ്ടത്രേ. 369 ഗ്യാരേജിലെ പുത്തൻ താരത്തിന്റെ ഉടമ മമ്മൂട്ടിയാണോ അതോ ദുൽഖർ ആണോ എന്നുള്ള സംശയം മാത്രമാണ് വ്യക്തമാകാനുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അജിത് സൈനിങ് ഓഫ്.